യെസ്, അങ്ങനെ സംസ്ഥാന ബജറ്റ് അവതരണത്തിന് ഇനി വളരെ കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെന്നിപ്പോൾ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാവുക, ജനപ്രിയ പ്രഖ്യാപനങ്ങൾ, കൈയടിച്ച് സ്വീകരിക്കാവുന്ന പ്രഖ്യാപനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് വളരെ ആകാംക്ഷാപൂർവ്വം നമ്മൾ നോക്കുന്നത്. ഏതാണ്ട് 8:40 ധനമന്ത്രി വീട്ടിൽ നിന്ന് നിയമസഭയിലേക്ക് ഇറങ്ങും. നേരത്തെ അദ്ദേഹത്തിന് പ്രസ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഈ ബജറ്റ് രേഖകളൊക്കെ കൈമാറുക, അത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ആ ജനപ്രിയ ബജറ്റ് അവതരണത്തിന്റെ സമയത്തിലേക്ക് പോവുകയാണ്. യെസ്, അപ്പോൾ ശമ്പള പരിഷ്കരണം ഉണ്ടാകുമോ, DA കുടിശ്ശിക കൊടുത്തുവിട്ടാനുള്ള പരിപാടികൾ ഉണ്ടാകുമോ, ഒപ്പം ക്ഷേമ പെൻഷൻ കൂട്ടുമോ തുടങ്ങിയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഒരു സ്വപ്ന ബജറ്റായിരിക്കില്ല, മറിച്ച് ജനപ്രിയ ബജറ്റായിരിക്കും എന്ന സൂചനകളൊക്കെ ധനമന്ത്രി ഇതിനകം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എന്താണ് ധനമന്ത്രിയുടെ ആ പെട്ടിക്കകത്തുള്ളത്, പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഒരു രാഷ്ട്രീയ ബജറ്റായിരിക്കും അദ്ദേഹം പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നതുകൂടി നോക്കിക്കാണണം. സെയ്ഫ് സൈനുലാബ്ദീൻ ഉണ്ട്. സെയ്ഫ്, ഇനിയിപ്പോൾ 1 മണിക്കൂർ തികച്ചില്ല നമുക്ക് ബജറ്റ് അവതരണം തുടങ്ങാൻ. മന്ത്രി അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഏത് തരത്തിലുള്ളൊരു ബജറ്റായിരിക്കും എന്നതിൻ്റെ സൂചനകളൊക്കെ ധനമന്ത്രി നൽകുകയും ചെയ്തു. എന്തൊക്കെ പ്രഡിക്ഷൻ ഈ അവസാന നിമിഷം നമുക്ക് നടത്താൻ കഴിയും സെയ്ഫ്? ഒരു തെരഞ്ഞെടുപ്പ് പോലെ പ്രധാനപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ബജറ്റും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വിവിധ മതസംഘടനകളെ, മതസാമുദായിക സംഘടനകളെല്ലാം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്ന ഘടകങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ്. നമ്മൾ പച്ച മലയാളത്തിൽ തന്നെ വർഗീയത എന്ന് പറയും. അങ്ങനെ ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്താറുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും എല്ലാം ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എങ്ങനെ കൃത്യമായി നടത്തി വോട്ടുകൾ അനുകൂലമാക്കാം എന്ന് വിചാരിക്കാറുണ്ട്. ആ തരത്തിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ബജറ്റ് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം അത് ഒന്ന് ഈ ജാതി മത സംഘടനകളുടെ എല്ലാം അനുകൂലമാക്കി എടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഇപ്പുറത്ത് വരുമ്പോൾ ഈ ബജറ്റിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുക, ജനങ്ങളുടെ മനസ്സിൽ കയറി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് തന്ന സർക്കാരാണ് എന്നൊരു ഓർമ്മ അവർക്ക് വരുത്തുക. അതാണ് ഈ ബജറ്റ് കൊണ്ട്, അവസാന ബജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെല്ലാ സർക്കാരുകളും അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഒരു ജനകീയ ബജറ്റാകും, ജനക്ഷേമ ബജറ്റാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിയുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. പിന്നീടുള്ളത് ജീവനക്കാരാണ്. എല്ലാ മേഖലകളെയും സ്പർശിക്കണം. ഇതിപ്പോൾ വ്യവസായങ്ങളെ സ്പർശിക്കണം, അതുപോലെ തന്നെ സാധാരണക്കാരായ മനുഷ്യരെ സ്പർശിക്കണം. അങ്ങനെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന തരത്തിൽ വേണം ബജറ്റ് അവതരിപ്പിക്കാൻ. എല്ലാ മേഖലകളിൽ നിന്നും അനുകൂലമായ പ്രസ്താവനകളും മറ്റും വരുന്ന രീതിയിൽ വേണം ബജറ്റ് അവതരിപ്പിക്കാൻ. അങ്ങനെ ഒരു പ്രഖ്യാപനവും ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ സമൂഹത്തിൻ്റെ ഒരു വിഭാഗമാണ് സർക്കാർ ജീവനക്കാർ. സർക്കാർ ജീവനക്കാരെ അവരുടെ വോട്ട് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് നേരത്തെ ചെയ്തിട്ടുള്ളത്? അവർ ചെയ്തിട്ടുള്ളത് ഡിസംബർ മാസം അല്ലെങ്കിൽ നവംബർ മാസത്തോടു കൂടി ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കുന്നു. റിട്ടയർഡ് ജസ്റ്റിസ് അധ്യക്ഷനായ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നു. ആ കമ്മീഷൻ വിവിധ തരത്തിലുള്ള സാമൂഹിക ഘടകങ്ങൾ പഠിച്ച് മറ്റുള്ള മേഖലകളിലെ തൊഴിലുമായി ബന്ധപ്പെട്ട അവിടുത്തെ ശമ്പളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് നൽകുന്നു. സംസ്ഥാന സർക്കാർ അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനം ഔദ്യോഗികമായിട്ട് തന്നെ നടത്തുന്നു. അങ്ങനെയാണ് സർക്കാർ ജീവനക്കാരുടെ വോട്ട് ഒരു പരിധിവരെയെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിഞ്ഞിട്ടുള്ളത്. ഈ തവണ പക്ഷേ ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷനെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടില്ല. അതിന് പകരം ഒരു ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുകയും അവരിൽ നിന്ന് റിപ്പോർട്ട് നേടിയെടുക്കുകയും അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്നത്തെ ബജറ്റിൽ അത് പ്രഖ്യാപിക്കും. മിക്കവാറും പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചാലും അത് അടുത്ത മാസം തൊട്ട് കിട്ടിത്തുടങ്ങുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ച ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക എപ്പോഴും തീർന്നു വരുന്നേ ഉള്ളൂ. ഏകദേശം തീരാറായിട്ടുണ്ട്. DA കുടിശ്ശിക ഒന്നുകൂടി കൊടുക്കാനുണ്ടെന്ന് തോന്നുന്നു. ആ DA കുടിശ്ശിക കൊടുത്ത ശേഷമായിരിക്കും ഒരുപക്ഷെ പുതിയ ശമ്പള പരിഷ്കരണത്തിലേക്ക് എത്തിച്ചേരുന്നത്. എന്തായാലും സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസം നൽകുന്ന അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന ആ പ്രഖ്യാപനം ഇന്ന് ബജറ്റിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഇല്ല. ആ പ്രഖ്യാപനം എന്തായാലും ഇന്ന് തന്നെ ഉണ്ടാകും. പിന്നീടുള്ളത് ഈ മധ്യവർഗ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ
കാർഷിക മേഖലയിൽ റബ്ബർ കർഷകർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ് സബ്സിഡി, റബ്ബറിൻ്റെ സബ്സിഡി എന്ന് പറയുന്നത്. റബ്ബറിൻ്റെ സബ്സിഡി വർദ്ധിപ്പിക്കുക എന്നുള്ള ആവശ്യം കേരള കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇതിനോടകം തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. പിന്നീട് കർഷകർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് അരിയുടെ സംഭരണവുമായി ബന്ധപ്പെട്ട്. അതിൽ എന്തെങ്കിലും തരത്തിൽ പുതിയ പൈസ കൂട്ടലോ അങ്ങനെ എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ജനങ്ങൾക്ക് മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള നൂലാമാലകളൊന്നും ഒറ്റ വായിച്ചാൽ മനസ്സിലാവാത്ത നൂലാമാലകളൊന്നും തന്നെ ഇതിനകത്ത് ഉണ്ടാവില്ല. ഈ ധനമന്ത്രിമാർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, ചില അപ്രിയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കെ മാണിയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കാര്യം, എന്തിൻ്റെയോ വില വർദ്ധിപ്പിക്കുന്നു, മദ്യത്തിൻ്റെ ആണോ മറ്റേന്തോ ഒരു സാധനത്തിൻ്റെ വില വർദ്ധിപ്പിക്കുന്നു. ആ ഒരു പേജ് അദ്ദേഹം വായിക്കാതെ വിട്ടുകളഞ്ഞിട്ട് പിന്നീട് മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് ആ ബജറ്റിൻ്റെ പുസ്തകം വരുമ്പോൾ നോക്കുമ്പോഴാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ട് എന്ന് അറിയുന്നത്. ചില മന്ത്രിമാർ ചെയ്യുന്നത് അമിതഭാരം അടിച്ചേൽപ്പിക്കുകയായിരിക്കും, പക്ഷേ ഒറ്റ നോട്ടത്തിൽ അത് വായിച്ചെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് മേൽ അമിതഭാരമാണ് എന്ന് മനസ്സിലാവില്ല. അങ്ങനെ ഒറ്റ വാക്കിൽ വായിച്ചെടുക്കാൻ കഴിയാത്ത അമിതഭാരമൊന്നും കെ എൻ ബാലഗോപാൽ ഈ ബജറ്റിൽ അടിച്ചേൽപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റ് എന്നുള്ള പരിമിതി അവിടെ നിലനിൽക്കുന്നുണ്ട്.